വെൽക്കം ടു ജസ്റ്റ് ഫുഡ് ബുക്ക്. നമുക്ക് റവ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവ ഒന്നല്ല, സാധാരണ വറുക്കാത്ത റവ. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ്. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏലക്ക പൊടിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതുകൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നല്ലതായിരിക്കുള്ളൂ കേട്ടോ. കാരണം ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിതിൽ ഓയിലോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കാം. നമുക്ക് റവയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം. ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറച്ചിടാം. അതല്ലാന്നുണ്ടെങ്കിൽ അടിയിലേക്ക് കരിഞ്ഞു പോയിട്ട് മുകളിൽ വേവാണ്ടിരിക്കും. ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വശം മാത്രം കരിഞ്ഞു പോകും, ഇതിലെ മുകൾ ഭാഗം വേവാണ്ടും ഇരിക്കും. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും പിന്നെ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണിത്. ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പണി. അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല കേട്ടത്, ചെറിയൊരു തട്ടിക്കൂട്ട് റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.